ഇത്രയും വലിയ ഗ്ലാമറസ് ഇൻഡസ്ട്രി നിന്നിട്ട്. പക്ഷെ എന്തുകൊണ്ട് ഫറൂഖ് സെൻസി ഇതൊക്കെ ഉപേക്ഷിച്ച് മലപ്പുറത്തുകാർക്ക് വേണ്ടി തിരൂരിലേക്ക് ഒരു റൂമിലേക്ക് ഡിജിറ്റൽ സാങ്കേതികത ഉപയോഗിച്ച് മാറി? അത് ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. നമ്മളൊരു സ്ഥാനം എത്തിക്കഴിഞ്ഞാൽ ആ സ്ഥാനം മറ്റുള്ളവർക്ക് കൊടുക്കണം. ഒരു സമയമായി കഴിഞ്ഞാൽ ആ കസേര മറ്റുള്ളവർക്ക് കൊടുക്കണം. അത് നിർബന്ധമാണ്. പക്ഷെ അതേസമയം നമുക്ക് നമ്മളെ റൂട്ട് അറിയണം. ആ റൂട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മളെ മാതാവ്, നമ്മളെ പിതാവ്, രണ്ടും പ്രായമുള്ള ഒരാൾ. അപ്പം നമുക്ക് അറിയണം. ഒരു കാലത്ത് അവർ നമ്മൾ നോക്കിയിരുന്ന. അപ്പോൾ ഞാൻ ആദ്യത്തിന് റിട്ടയർ ചെയ്യാൻ പോകുന്നു പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു ഇത്രയും ഗ്ലാമറസ് ആയിട്ടുള്ള ജോബ്, നമ്മൾ ഒരു ഫ്ലൈ ചെയ്യുന്ന ജോബ്, വൈ ഡു റിട്ടയർ ദിസ് ആൻഡ് വൈ ഡു ഗോ ബാക്ക് ഹോം? അവിടെ ആരുണ്ടാവും? ഞാൻ എൻ്റെ ഫാദറും മദർ ഉണ്ടാവും, അവർ നോക്കിയാൽ മതി. എല്ലാവരും പറഞ്ഞു എന്തിനാണ് അത് താഴത്തേക്ക് പോണത്, നിങ്ങൾക്ക് വേറെ ഓഫീസ് തുടങ്ങി. ഞാൻ പറഞ്ഞു ഇവിടെ തന്നെ മിഡിൽ ഈസ്റ്റിൽ എവിടെ തുടങ്ങിക്കൂടെ? ഞാൻ പറഞ്ഞില്ല, അവിടെ തുടങ്ങാൻ നല്ല അവരൊപ്പം നിൽക്കുക, അവരെ വീട്ടിൽ നിൽക്കുക, അവർക്ക് എന്തെങ്കിലും സ്നേഹിച്ച് കൊടുക്കുക. അവരെ ഞാൻ ചിലപ്പോൾ എൻ്റെ ഫാദറിൻ്റെ ഹെയർ കട്ടൊക്കെ ഞാനാണ് ചെയ്യില്ല. കാരണം എനിക്ക് അത് ഇഷ്ടമാണ്, അതാണ് ചെയ്യേണ്ടത്. വെറും പൈസക്ക് വേണ്ടിയിട്ടുള്ള ഓട്ടം, ഫെയിമിന് വേണ്ടിയിട്ടുള്ള ഓട്ടം, ഒരു രാഷ്ട്രത്തിൽ നിന്ന് മറ്റൊരു രാഷ്ട്രത്തിന് വേണ്ടി ഓട്ടം, അത് ഓടിക്കഴിഞ്ഞാൽ ലിമിറ്റേഷൻ ഉണ്ട്. ഹാപ്പിനെസ് കിട്ടില്ല, ഒരിക്കലും കിട്ടില്ല. കാരണം രണ്ട് സാധനമുണ്ട്. ഒന്ന് നമ്മൾ ഗോളിൻ്റെ പിന്നാലെ പോകും, ഗോൾഡ് പിന്നാലെ. അതായത് എനിക്ക് ഇന്നതാണോ അത് നല്ലതാണ്, ഒരു പ്രശ്നമില്ല. പക്ഷെ ആ ഗോളിന് വാല്യൂനായിട്ട് കണക്ഷൻ ഇല്ല, പ്രശ്നം. നിങ്ങൾ വലുതായിട്ടുണ്ടാവും, പക്ഷെ ഇവിടെ ഒന്നും ഉണ്ടാവില്ല. ഇവിടെയും സമാധാനം ഉണ്ടാവും, ഇവിടെയും സമാധാനം കിട്ടണമെന്നുണ്ടെങ്കിൽ ഗോൾ സെറ്റ് ചെയ്യണം. പക്ഷെ ഗോളിനേക്കാളും വലിയ വാല്യൂ ഉണ്ടായിരിക്കണം, ഗോളിനേക്കാളും വലിയ പേർപ്പസ് ഉണ്ടായിരിക്കണം. നമ്മൾ ഗോളിൻ്റെ പിന്നാലല്ല പോവാ, അർത്ഥങ്ങളുടെ പിന്നാലെ പോവാ. അർത്ഥങ്ങളാ. കാരണം ചെറിയ ചെറിയ ആഗ്രഹങ്ങൾക്കും ലാഭങ്ങൾക്കും ഒക്കെ വേണ്ടി മാതാപിതാക്കളെയൊക്കെ മാറ്റി നിർത്തുന്ന ഒരു തലമുറയുടെ മുന്നിലാണ് ഞാൻ ഇന്നത്തെ ജനറേഷൻ ഇങ്ങനെ ചെയ്യുമെന്നല്ല പറയുന്നത്. ഞാൻ ഉൾപ്പെടെയുള്ള ഒരു ജനറേഷൻ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾക്കൊക്കെ വേണ്ടി അല്ലെങ്കിൽ സ്വപ്നങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ ലാസ്റ്റ് വന്ന് വീഴുപോകുന്ന രണ്ടുപേരാണ് ഉമ്മയും ഉപ്പയും, അമ്മയും അച്ഛനും ഒക്കെ. അത് ഫസ്റ്റ് പ്രയോറിറ്റി ആക്കി അത് ലൈഫിൻ്റെ പർപ്പസുമായിട്ട് ബന്ധമുണ്ടാക്കിയാൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഫറൂഖ് സെൻസി എൻജോയ് ചെയ്യുന്നത് പോലെ ലോകം ഫറൂഖ് സെൻസിയുടെ അടുത്ത് വരും. ഫറൂഖ് സെൻസി ലോകത്ത് പോകണ്ടല്ലോ, ലോകത്തിന് ഫറൂഖ് സെൻസിയുടെ അടുത്ത് വരാമല്ലോ. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് 2015 മുതൽ ലോകം മുഴുവൻ മലപ്പുറത്തെ തിരൂരിലേക്ക് എത്തപ്പെടുന്ന ഒരു ഡിജിറ്റൽ റവല്യൂഷൻ ഉണ്ടാക്കാൻ സാധിച്ചത് അത് ഉമ്മയുപ്പയോടുള്ള ഒരു കമ്മിറ്റ്മെന്റും സ്നേഹവും പ്രയോറിറ്റിയും ഒക്കെ തന്നെയാണ്. കാരണം എനിക്ക് അവരെ വിട്ടുപോയില്ല. അപ്പോൾ ഇത്രയും കാലത്തിന് ശേഷം ഇന്ന് എറണാകുളത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നാളെ വരിട്ടാന്ന് പ്രോമിസ് ചെയ്തിട്ട് പോന്നിക്കണത്. കാരണം അവർക്ക് സഹിക്കാൻ പറ്റില്ല ആരുമില്ലെങ്കിൽ. കാരണം അവർക്ക് പ്രായമുള്ള വ്യക്തികളാണ്. അപ്പം നമ്മൾ നോക്കിയേ മതിയാവും.